കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നിർത്ത്, മതി നിന്റെ ഈ കാളരാഗം. സുഖമില്ലാതെ ചാവാൻ കിടക്കുമ്പോ പോലും തലയ്ക്ക് സ്വൈര്യം തരില്ലല്ലേ നീ? പോക. വേറൊരു രീതിയിൽ കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കായിരിക്കും. ആന്റിക്ക് ഓർമ്മയുണ്ടല്ലോ, ഇന്നലെ ഇവൾ എന്റെ ട്രിപ്പ് ബോട്ടില് വിഷം കലക്കാൻ നോക്കി. ഇന്നിപ്പോ കണ്ടില്ലേ, വിഷപ്പുക അടിച്ചു കയറ്റുന്നു എന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചല്ല. മതി. വിശദീകരണമൊന്നും വേണ്ട. സുസ്മിതയ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഇവിടെ ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുൻപ് തന്നെ. ഭാമേ, ഇങ്ങനെ അപ്സെറ്റ് ആകാൻ മാത്രം എന്ത് കുറ്റമാ ശാലിന് ചെയ്തത്? ഒരു വീടിനെ സുഗന്ധം കൊണ്ടും സംഗീതം കൊണ്ടും നിറയ്ക്കുന്നത് ഒരു കുറ്റമാണോ? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. സംഗീതോ? എന്ത് പാട്ടായത്? കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു കാളരാഗം. ഓ, സഹിക്കാൻ വയ്യ. അത് നിനക്ക്. ഈ പാട്ട് ആസ്വദിക്കണമെങ്കിൽ അതിലൽപ്പം അവഗാഹം വേണം. ഇത് സാവേരി രാഗമാണ്, മായാമാളവ ഗൗളയുടെ ജന്യരാഗം. അനുകമ്പയാണ് ഈ രാഗത്തിന്റെ സ്വഭാവം. ഒരു ദിവസത്തിന്റെ ആദ്യ യാമങ്ങളിൽ ആലപിക്കേണ്ട രാഗങ്ങളിൽ ഒന്ന്. സ്വാതി തിരുനാൾ രചിച്ച് സുബ്ബലക്ഷ്മി അമ്മാൾ പാടിയ ഈ കീർത്തനം കേൾക്കാത്ത മലയാളികൾ ഇല്ലാന്ന് തന്നോണം പറയാൻ. പറഞ്ഞിട്ട് എന്ത് കാര്യം? പോത്തിനെന്തേത്തവാഴ അല്ലേ? എന്ന് പറഞ്ഞ അങ്കിൾ എന്താ ഉദ്ദേശിച്ച? പൊതുവേ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞതാ. അധികം ശബ്ദമുയർത്താതെ പോയി റെസ്റ്റ് എടുക്കാൻ നോക്കൂ സുസ്മിതേ. വിഷം ശ്വസിച്ച് വോക്കൽ കോഡ് ഇനിയും തകരാറിലാക്കണ്ട. ചെല്ല് ചെല്ല് ചെല്ല്. മോളെ മോളെ മോൾക്ക് ഇഷ്ടമുള്ളപ്പോ പാടിക്കോ. ഇന്നലെ മുതല് നീ ഇവിടുത്തെ മരുമകളാ. മരുമകളെന്ന് പറഞ്ഞാ ഒരു വീടിന്റെ നിലവിളക്കാ. അത് തെളിഞ്ഞ് കത്തണം. മനസ്സിലായോ? അമ്മാ, വിശക്കുന്ന അമ്മാ, ധർമ്മം തരണേ അമ്മാ. അമ്മാ, ധർമ്മം തരണേ. അമ്മാ, ധർമ്മം തരണം അമ്മ. വല്ലാത്ത വിശപ്പ്. ഇന്നലെ രാത്രി മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. ഒരു മിനിറ്റ് ഇരിക്കണം, ഞാനിതാ വരുന്നു. എണീക്കടാ, എണീക്കാൻ. നീ ആരാ?
എന്തിനാ ഈ വരാന്തയിൽ വന്നിരിക്കുന്നെ? പിച്ചക്കാരനാണമ്മ. വിശന്നിട്ട് കണ്ണ് കാണാതിരുന്നു പോയതാ. അമ്മയും കുമ്മയും ഇറങ്ങടോ പുറത്ത്. ഇറങ്ങി പോവാൻ. വിശക്കണമ്മ. എന്തേലും കഴിക്കാനോ ഒരു നാണയത്തുട്ടോ വല്ലതും കിട്ടിയിരുന്നെങ്കിൽ. അതിന് നിന്റെ അച്ഛൻ ഇവിടെ സമ്പാദിച്ചു വെച്ചിരിക്കുന്നു. ചോറും കാശും ഒക്കെ അങ്ങ് എടുത്തു തരാൻ. ഇറങ്ങടോ പുറത്ത്. എടോ ഇറങ്ങാൻ. പക്ഷെ വേറൊരമ്മ പറഞ്ഞല്ലോ എന്തെങ്കിലും തരാമെന്ന്. ഇവിടെ വേറെ അച്ഛനും അമ്മയൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഞാനാ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന അച്ഛനും അമ്മയും. താൻ ഇറങ്ങുന്നോ അതോ ഞാൻ ചൂലെടുക്കണോ? ഞാൻ പൊയ്ക്കോളാം അമ്മ. അടിച്ചോടിക്കണ്ട. ഇയാൾ അവിടെ നിന്നേ. എന്തിനാ ഇതൊക്കെ? നിന്റെ കുഞ്ഞമ്മയുടെ മോനാണോ ഇത്? വരും മുമ്പേ അങ്ങ് വെച്ചു വിളമ്പാൻ. നിങ്ങൾ അങ്ങോട്ടിരുന്ന് കഴിച്ചോ, ഞാനൊരു കുപ്പിയിൽ വെള്ളം എടുത്തു വരാം. പറ്റില്ല. ഡോ, തന്നോടാ പറഞ്ഞ് ഇറങ്ങി പോവാൻ. വിശക്കണമ്മ. ഒരല്പം ആഹാരം കഴിച്ചിട്ട്. സുസ്മിതേ, ഇതെന്റെ കുഞ്ഞമ്മയുടെ മോനായതുകൊണ്ടല്ല. വിശക്കുന്നവൻ ആഹാരം നിഷേധിക്കരുത്. അതിലും വലിയ പാപം വേറെ ഇല്ലെന്ന് വേണം പറയാൻ. ചായക്കടക്കാരിയുടെ മോളുടെ വേദാന്തം. അതെ, പിച്ചക്കാരും തെരുവ് തെണ്ടികളും കയറി വരുമ്പോഴേ ബെഞ്ച് തുടച്ചിട്ട് ആഹാരം വിളമ്പിക്കൊടുത്ത് കാശ് വാങ്ങാൻ. ഇത് നിന്റെ അമ്മ നടത്തുന്ന ഹോട്ടലല്ല, സത്യഭാമയുടെ വീടാ. അത് നീ മറക്കരുത്. മറക്കുന്നില്ല. എന്റെ അമ്മ ഹോട്ടൽ നടത്തുന്നതിൽ എനിക്ക് ഒരു കുറവും തോന്നുന്നില്ല സുസ്മിതേ. വിദേശത്ത് പോയി നിന്റെ അച്ഛൻ വിയർത്തുണ്ടാക്കുന്ന കാശിന് പട്ടുസാരിയും ചുറ്റി ചായവും പൂശി നടക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണെന്നേ ഈ ഞാൻ പറയും. പിന്നെ തെരുവ് തെണ്ടികൾ മാത്രമല്ല, വേറെയും ചിലരൊക്കെ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. കാര്യസ്ഥൻ രമണംപിള്ള അതിന്റെ കണക്കെഴുതി വെക്കാത്തോണ്ടാ. ഡീ, അത് നീ എന്നെ ഉദ്ദേശിച്ചല്ലേ പറഞ്ഞേ? എന്നെ മാത്രം. അയ്യോ, സുസ്മിതയെ ഞാൻ കളിയാക്കാനോ? അതിനൊന്നും ആയിട്ടില്ല നമ്മള്. ഞാൻ ഉദ്ദേശിച്ചതേ എന്നെ തന്നെ. സത്യാമ്മ പറഞ്ഞതുപോലെ അമ്മയുടെ സ്വന്തം മോളല്ലേ സുസ്മിത. UK-യിലെ കോടീശ്വരന്റെ പുത്രി. നമ്മള് വെറും ചായക്കടക്കാരിയുടെ മോള് മാത്രം. കണ്ടോ കണ്ടോ അങ്കിളെ, ഞാൻ എന്ത് ചെയ്താലും അതിനെതിരെ ചെയ്തോണ്ടിരിക്കുക ഈ ശാലിനി. പിന്നെ ഞാൻ എങ്ങനെ എവിടെ നിൽക്കുക? അല്ല, ഇക്കാര്യത്തിൽ ശാലിനി ചെയ്തത് തന്നെയാ സുസ്മിത എന്റെ ഒരു ശരി. വിശക്കുന്നവൻ ആഹാരമാണ് എപ്പോഴും ദൈവം. അത് നിഷേധിക്കാൻ പാടില്ല. പിന്നെ ഇവിടെ നിൽക്കണോ വേണ്ടേ എന്നുള്ളത് സുസ്മിതയുടെ ഇഷ്ടം മാത്രമാണ്. ഞാനൊരു അഭിപ്രായം പറയില്ല. നീ അത് ഭാമയോട് ചോദിച്ചാൽ മതി. നിങ്ങളിരിക്കും. മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ. സുസ്മിത അവിടെ നിന്നെ പറയട്ടെ.
എന്താ? ഇതിനെ ഒരു മഹാസംഭവമായി അമ്മയുടെ അടുത്ത് അവതരിപ്പിക്കാനൊന്നും നിൽക്കണ്ട. പാവങ്ങളെ സഹായിക്കണമെന്ന പക്ഷക്കാരി അമ്മേ. വെറുതെ അമ്മയുടെ മനസ്സിൽ കൂടി സുസ്മിതയോട് വെറുപ്പുണ്ടാക്കണ്ടെന്ന് ചുരുക്കം. അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്നോട് വെറുപ്പ് മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാം. പണ്ടു മുതലേ ആ ചായക്കടക്കാരിയുടെ മകളുടെ പക്ഷത്തല്ലേ നിങ്ങൾ? അട്ടയ്ക്ക് പൊട്ടക്കുളമേ ചേരൂ. ഞാനതങ്ങ് മറന്നു. സോറി, പഴഞ്ചൊല്ല് മാറിപ്പോയി സുസ്മിതേ. ഞാനത് പറയുന്നില്ല. ഏതായാലും ഈ വീട്ടിൽ ശാലിയുടെ പക്ഷത്ത് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അത് സത്യം അവളുടെ പക്ഷത്തായതുകൊണ്ട് മാത്രം. ഇവിടെ അസത്യവും അധർമ്മവും ഒരാളെ ചെയ്യുന്നുള്ളൂ. അത് നീയാ, നീ മാത്രം. കാരണം നീ ഒരു തെറ്റാ സുസ്മിതേ, വലിയൊരു തെറ്റ്. ഇങ്ങനെ വലിയ ഡയലോഗൊക്കെ പറഞ്ഞ് നീ അങ്ങ് പൊയ്ക്കോ. പക്ഷേ ഒരു ഉറക്കം കൊണ്ട് മാത്രം നേരം വെളുക്കാൻ പോകുന്നില്ല പ്രീതി. നിങ്ങളെല്ലാം ശാലിനിയുടെ പക്ഷത്താണെന്ന് വ്യക്തമായ സ്ഥിതിക്ക് സുസ്മിത ഇനി ചെയ്യാൻ പോകുന്നത് അസത്യവും അധർമ്മവും തന്നെയാ. അതൊക്കെ നീയും അവളും അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. കാണാം നമുക്ക്. ഭിക്ഷക്കാരൻ പോയോ കുഞ്ഞെ? ഇല്ല, ആഹാരം കഴിക്കുക. ആ സുസ്മിത കയറി ഉടക്കാൻ വന്നല്ലേ? മഹാവിടക്ക് സ്വഭാവം അതിൻ്റെത്. എപ്പോഴും ഇങ്ങനെ ആരെങ്കിലും ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാന്നേ. ഇപ്പൊ ട്രീറ്റ്മെന്റ് ഇല്ലാത്ത അസുഖമൊന്നുമില്ലല്ലോ ലോകത്ത്. അല്ല, ഞാൻ എന്താ പൊന്നി ഇവിടെ ചെയ്യണ്ടേ? കുഞ്ഞൊന്നും ചെയ്യണ്ട. ഉച്ചക്കത്തേക്കുള്ളതെല്ലാം റെഡിയായി. ഇനി പപ്പടം കൂടെ ഒന്ന് കാച്ചണം, അത്രേ ഉള്ളൂ. ഓ, അങ്ങനെയാണോ? ദേ, ഇന്നൊരു നേരത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. ഈ അടുക്കള ഞാനങ്ങനെ പൊന്നിക്ക് മാത്രമായിട്ട് വിട്ടുതരുമൊന്നുമില്ല. പുലർച്ചെ കുളിച്ച് ഹാജരുണ്ടാവും ഞാനിവിടെ. പണികളൊക്കെ ഞാൻ എടുത്താലും കിച്ചന്റെ സൂപ്പർവൈസർ പൊന്നി തന്നെയായിരിക്കും കേട്ടോ. ഓ, എന്തോന്ന് സൂപ്പർവൈസർ? കുഞ്ഞിന്റെ അമ്മയുടെയും കൈപുണ്യത്തെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. കുടുംബശ്രീ ശാരദയുടെ മകൾ ശാലിനിയുടെ അടുത്തുനിന്ന് എനിക്കും എന്തെങ്കിലുമൊക്കെ പഠിക്കാമല്ലോ. പഠിത്തം രണ്ടു വശത്തൊന്നും ആവാം. പൊന്നിയുടെ പൊടിക്കൈകളൊക്കെ ഞാനും ഒന്ന് പഠിച്ചെടുക്കുന്നുണ്ട്, നോക്കിയോ. തൽക്കാലം ഞാനൊന്ന് മുകളിലേക്ക് ചെല്ലട്ടെ, ഉടനെ തിരിച്ചു വരാം. ശരി. ജോസേ, ഒന്ന് സഹായിച്ചേ. അങ്ങോട്ട് വെച്ചേ. എത്രയായി? ഇനി തന്നാ മതി. ശരി. എന്താ അമ്മേ, കയറുന്നില്ലേ? അത് മോളെ, മുമ്പ് ഞാനിവിടെ ഒരു തവണ വന്നിട്ടുള്ളത് സത്യഭാമയോട് പണം കടം ചോദിച്ചാ. അതുകൊണ്ടെന്താ? ഇപ്പൊ ഈ വീട്ടിലെ മരുമോളല്ലേ കുഞ്ഞേച്ചി, നമ്മൾ ഇവരുടെ ബന്ധുക്കളോ. എന്നാലും നമ്മൾ നമ്മുടെ നിലയും വിലയും അറിഞ്ഞേ നിൽക്കാവോ. ബന്ധുക്കളാണെന്നും പറഞ്ഞ് മതിമറന്നുള്ള പെരുമാറ്റമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ നിനക്ക്? ഒക്കെ ഓർമ്മയുണ്ടമ്മേ. അമ്മ വാ. വാ, ഈ സാധനമൊക്കെ എടുക്ക. വാ. ഇങ്ങോട്ട് നോക്കി. അതവിടെ ആക്കി. നമസ്കാരം. ഇതാര്? എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വരൂ, അകത്തേക്ക് വരൂ. ഇരിക്കണം പ്ലീസ്. മോളിരിക്കുവാ. വേണ്ട സാർ, ഞങ്ങളിവിടെ നിന്നോളാം.
ഇരിക്കുന്നേ. നമ്മൾ ബന്ധുക്കൾ തമ്മിൽ എന്തിനാ ഈ ഉപചാരമൊക്കെ? വേണ്ട സാർ, കുഴപ്പമില്ല. ആ പൊന്നി, 2 ചായ എടുക്കും. ചായ ആവാലോ അല്ലേ? അതോ ജ്യൂസോ മറ്റോ? അയ്യോ, ചായ മതി. ആ പൊന്നി, ഇവര് ചായ കുടിച്ചു കഴിഞ്ഞാലേ ആ ഗ്ലാസ് ഒക്കെ നല്ല വൃത്തിയായിട്ട് വേണം കഴുകി വെക്കാൻ. സുസ്മിതേ, അല്ലെങ്കിലേ വൃത്തിയും വെടുപ്പുമായിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തേ ഉള്ളൂ. അതിനൂടെ സത്യഭാമയുണ്ട്. നീ പിൻസീറ്റിലിരുന്ന് ഡ്രൈവ് ചെയ്യണമെന്നില്ല. അമ്മേ, മോളെ, അമ്മേ, ആ നിക്കമ്മേ, ഞാൻ ചായ എടുത്തോണ്ട് വരാം. മോളെ, 1 മിനിറ്റ് നിക്കമ്മേ. ഞാൻ കൊണ്ടുകൊടുക്കാം. ദാ, അച്ഛന്. താങ്ക്സ് മോളെ. ദാ, ഇത് അമ്മയ്ക്ക്. അവിടെ വെച്ചേക്ക്. ദേ, ഇവിടെ വെച്ചിട്ടുണ്ടേ. ഇനി അമ്മയും ശ്യാമയും എടുക്ക്. ഹോ, എന്തൊരു ഉത്സാഹം! ആരാന്റെ പന്തലിൽ എന്റെ വിളമ്പ് കണ്ടോന്ന് പറയുന്നത് പോലെ ആയി കാര്യങ്ങൾ. എന്താ ഭാമ എവിടെ കിടന്ന് പറയുന്നത്? പന്തലാരുടേതാണെന്ന് എല്ലാവർക്കും ഓർമ്മ വേണം. അത് മനസ്സിലാക്കിയുള്ള സംസാരം മതി പൊതുസദസ്സിൽ. ഇയാൾക്ക് നടുനിവർത്തി നേരെ നിൽക്കാൻ വയ്യാത്തത് നന്നായി. അല്ലെങ്കിൽ എന്താവുമായിരുന്നു കഥ? അല്ല മേം, എന്താ ശാരിയേച്ചിയും കൂടെ കൊണ്ടുവരാഞ്ഞ്? അവളും കൂടി പോന്ന ഹോട്ടലിൽ പിന്നെ ആരാ ഉള്ളത്? പിന്നെ കോടികളുടെ കച്ചവടം നടക്കുന്ന മോളല്ലേ അത്. പൂട്ടിയിട്ട ഭീകര നഷ്ടാവും, ലക്ഷങ്ങളുടെ ലോസ്. മതി, കുറെ നേരമായല്ലോ ഇത്. കോടികളുടെ കച്ചവടം നടക്കുന്ന മാളൊന്നും അല്ലെങ്കിലും ഞങ്ങൾ കുറച്ചു പേരുടെ ജീവനും ജീവിതവും ഒക്കെ ഇത്രയും കാലം നിർത്തിയത് ആ ഹോട്ടല് മാത്രമാ സുസ്മിത. ദയവേത് ഞങ്ങളെ ഞങ്ങളുടെ വഴിക്ക് വിട്ടേക്ക്. അതാണ് എല്ലാവർക്കും നല്ലത്. അല്ല, വിശേഷം എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടാണോ ശാരദാമ്മേ? നിങ്ങളെന്താ ഇവിടെ ഇരിക്കാത്തത്? അല്ല, നാട്ടു നടപ്പനുസരിച്ച് അടുക്കള കാണലെന്നൊരു ചടങ്ങുണ്ടല്ലോ സാറേ, അതിനു വേണ്ടി വന്നതാ. കുറച്ച് മധുരം കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ കുറച്ച് സാധനങ്ങളും. ഓ, അത് ശരിയാണല്ലോ, ഞാനത് മറന്നിരിക്കുകയായിരുന്നു. നീന്ത്രക്കൊലയും കുറച്ച് പച്ചക്കറികളും ഒക്കെ കൊണ്ടുവന്ന് വരാന്തേ വച്ചിട്ടുണ്ട്. നന്നായി. പൊന്നി, അതൊക്കെ എടുത്ത് അകത്ത് വെച്ചോളൂ. ശരി സർ. നമ്മള് ഭാമേ, ഭാമേ, ആ മധുര പലഹാരങ്ങളൊക്കെ സ്വീകരിക്കുക. എണീക്ക് നീ അങ്ങോട്ട്. നമ്മുടെ കുട്ടികളുടെ കല്യാണം കഴിഞ്ഞു, കുറച്ച് പലഹാരങ്ങളാ. തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എന്റെ മകൾ ശാലിനിയെ മരുമകളായില്ല, സ്വന്തം മകളായി കണ്ടുവേണം ഇത്